ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെ. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി എൻ്റെ പുതിയ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതേ സെയിം അളവിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം നല്ല നെയ്യ്, അതായത് ഗീ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീ നിങ്ങളെടുത്തില്ലെങ്കിൽ വെറും വെളിച്ചെണ്ണ മാത്രം എടുത്താലും മതി, കുഴപ്പമില്ല. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഗീ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇതൊരു 5-6 കുരുമുളക്, അതായത് മുഴുവൻ കുരുമുളക്, ഒരു 2 ഗ്രാമ്പ്, 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ 2 ഏലക്കായ് ഇത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒരുപാടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കണ്ട. ഇനി പെട്ടെന്ന് തന്നെ സവാള ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാളയുടെ കളറൊന്നും മാറിപ്പോണ്ട, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. കാരണം വെജിറ്റബിൾ സ്റ്റൂ ആണല്ലോ ഇതായിരിക്കും, നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറുക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു എരിവൊക്കെ വേണം ഞങ്ങൾക്കല്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടട്ടെ. ഇതിലേക്ക് ടൊമാറ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ടൊമാറ്റോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ, അതായത് നല്ലൊരു വെള്ള കളറിലാണല്ലോ, വൈറ്റ് കളറിലാണല്ലോ ഈ ഒരു സ്റ്റൂ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറിപ്പോവും. അഥവാ നിങ്ങളടുത്ത് നല്ല പച്ച തക്കാളി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വെജിറ്റബിൾസ് ഞാനൊരു 10 ബീൻസ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങും 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഒരുപാട് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കരുത്. ഇത് കറക്റ്റ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്നട്ട്സ് ആണ്. അപ്പോൾ അതൊരു 20 ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ ഈ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കാം. അതായത് വഴറ്റി കൊടുക്കാമെന്ന് വെച്ചാൽ കളറൊന്നും മാറാത്ത രീതിയിൽ അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. കാഷ്നട്ട്സ് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കുമ്പോൾ, വെജിറ്റബിൾസിൻ്റെ കൂടെ ഈ ഒരു നട്ട്സും കഴിക്കുമ്പം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അരച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് 2ാം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിൽ, അതായത് മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് അളവിലുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ അതേ സെയിം അളവിൽ തന്നെയാണ് തേങ്ങാപ്പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മറ്റ് മസാലപ്പൊടികളോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതായത് ഞാനിപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ 2 വിസിൽ വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാടൊന്ന് അങ്ങ് ഉടഞ്ഞു പോകരുത്. പിന്നെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു വെജിറ്റബിൾസിന് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല, ഒരുപാടങ്ങ് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതൊന്ന് അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല.
അതിൻ്റെ ആ ഒരു ഫസ്റ്റിൽ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക കുറുകി വന്നിട്ടുണ്ട്. ഇനിയിത് ഞാൻ ഒന്നാം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് ഈ ഒരു തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങൾക്ക് കാഷ്നട്ട്സ് അരച്ചിട്ട് ചേർക്കുന്നതാണെങ്കിൽ കോൺഫ്ലവർ ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഒരുപാട് അങ്ങ് ടൈറ്റായിപ്പോയി. കോൺഫ്ലോറും കാഷ്നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചാറൊക്കെ വല്ലാണ്ട് അങ്ങ് ടൈറ്റായിപ്പോവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. ഞാനിത് വീണ്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ കറി തയ്യാറാക്കിയിട്ട് എടുത്തതെന്ന് വെച്ചാൽ ഒറോട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്ന് എന്താ പറയുക തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കാം. ഇതേ രീതിയിലുള്ള കറികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത്. ഇപ്പം ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഒറോട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒറോട്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുതിയ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോയി എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാണാം. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഉണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കല്ലേ.